എസ് ഫോർ സഫാരിയുടെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര ഒരു ലോ ബഡ്ജറ്റ് KSRTC യാത്രയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ബസ് യാത്ര ഏലപ്പാറയിൽ നിന്നും തുടങ്ങി വാഗമണ്ണ്, മൂലമറ്റം, കാഞ്ഞാറ്, മുട്ടം വഴി തൊടുപുഴയിലേക്കാണ്. പന്ത്രണ്ട് 50 ബസ്സിനാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അങ്ങനെ ഏലപ്പാറയിൽ നിന്നും വാഗമണിലേക്ക് പോകുമ്പോഴുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോണാമി എന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു KSRTCയുടെ ഓർഡിനറി ബസ്സാണ്. അപ്പം ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും കിട്ടുന്ന ഫീലൊന്നും അല്ല ഇതിൽ നിന്നും കിട്ടുന്നത്. സാധാരണ എല്ലാ സ്റ്റോപ്പുകളിലുമൊക്കെ നിർത്തി ആളെ എടുത്തൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇടത് സൈഡിലായിട്ട് കാണുന്നതാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇതിനകത്താണുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വലത് സൈഡിലായിട്ട് കാണുന്നത് ഒരു ഡയറി ഫാമാണ്. അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും തങ്ങൾപ്പാറ എന്ന ബോർഡാണ് കാണുന്നത്. ഇവിടെ നിന്നും പോയാൽ നമുക്ക് കോലാഹലമേട് അഥവാ തങ്ങൾപ്പാറ എന്ന സ്ഥലത്തെത്താൻ സാധിക്കും. അങ്ങനെ നമ്മളിപ്പോൾ വാഗമണ്ണ് ടൗണിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുമാണ് നമുക്ക് ഈ പറഞ്ഞ മൂലമറ്റത്തേക്ക് പോകേണ്ടത്. അങ്ങനെ വാഗമണ്ണ് ടൗണിൽ നിന്നും ഇടത്തേക്ക് കിടക്കുന്ന ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. നേരെ കിടക്കുന്ന വഴിയിൽ പോയാൽ നമുക്ക് ടീ ലേക്കിലൊക്കെ എത്തുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതുവഴി പോകുമ്പോഴത്തേനും നല്ല കോടമഞ്ഞും തണുപ്പും ഒക്കെ അനുഭവിച്ച് പോകുവാൻ സാധിക്കും. വാഗമണ്ണിൽ മഞ്ഞൊന്നും ഇല്ലാത്ത സമയത്തും ഇവിടെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ നല്ല കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന മലനിരകളുടെയൊക്കെ കാഴ്ചകളൊക്കെ കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല മഞ്ഞിൽ മൂടി കിടക്കുന്ന ഒരു ജലാശയമൊക്കെ കാണുവാൻ സാധിക്കും. എന്തായാലും തേയിലത്തോട്ടങ്ങൾക്കിടയിലുള്ള ഈ ഒരു കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി നിരവധി സിനിമകളുടെയൊക്കെ ലൊക്കേഷനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഈ കാണുന്ന കാറ്റാടിയും അകലെയായിട്ട് കാണുന്ന വീടും. വാഗമണ്ണ് എന്ന് പല പേജുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുവാൻ സാധിക്കുന്നത് ഈ വീടിൻ്റെ ഫോട്ടോയൊക്കെയാണ്. എന്തായാലും മഞ്ഞായതുകൊണ്ട് അത് അത്ര ക്ലിയർ ആയിട്ടല്ലെങ്കിലും നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്.
അപ്പം നമുക്ക് മൂലമരുത്ത് പോകുവാനായിട്ട് 2 വഴിയുണ്ട്. ഈ ഇടതുവശത്ത് കൂടി കാണുന്ന വഴിയെ പോയാൽ പുള്ളിക്കാനം വഴി നമുക്ക് മൂലമരുത്ത് എത്തുവാൻ പറ്റും. നമ്മൾ പോകുന്ന ബസ് ഈ നേരെയുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിക്കാനം വഴിയുള്ള യാത്രയൊക്കെ മറ്റൊരു വീഡിയോയിലിടാം. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുകളിലൂടെ ഒരു പാലത്തിലൂടെ കുട്ടികളൊക്കെ നടന്നു പോകുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ നമ്മൾ പുള്ളിക്കാനം വഴി പോകുന്ന പോലെയല്ല, ഇതുവഴി വളരെ ഇടുങ്ങിയ ഒരു റോഡിലൂടെയാണ് നമ്മുടെ ഈ ബസ് പോകുന്നത്. എന്താണെങ്കിലും യാത്രയിലുടനീളം നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോകുവാൻ ഈ വഴിയും നല്ലതാണ്. അങ്ങനെ ചുരമിറങ്ങി താഴേക്ക് പോകുമ്പോൾ കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ശരിക്കും ഈ 2 വഴിയും നമ്മൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു വാഹനമൊക്കെ വരുമ്പോഴത്തേനും ശരിക്കും വണ്ടി അതുപോലെ ബുദ്ധിമുട്ടിയാണ് വളവുകളിലൂടെയൊക്കെ പോകുന്നത്. നമുക്കിത് വീഡിയോയിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ വളരെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇടത് സൈഡിലായിട്ട് കാണുന്നതാണ് ഇലപ്പള്ളി വാട്ടർഫോൾസ്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് വണ്ടിയും കൊണ്ടൊക്കെ വന്ന് നമുക്കൊരു വീഡിയോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇറങ്ങി നിന്നൊക്കെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഈ യാത്രയിൽ വളരെ മനോഹരമായ ഒരു തേക്കിൻ കാടിനകത്തൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഈ വന്ന വഴിയിലൊന്നും ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തതാണ്. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നത് ഒരൊറ്റ നോട്ടത്തിൽ ട്രെയിനാണെന്ന് തോന്നിപ്പിക്കും വിധം പെയിൻറ് ചെയ്തിരിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണിത്. അങ്ങനെ നമ്മളിപ്പോൾ മൂലമറ്റത്താണ് എത്തിയിരിക്കുന്നത്. അപ്പം മൂലമറ്റം എന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മുടെ പവർ ഹൗസൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. നിരവധി KCBയുടെ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് സൈഡിലൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് മുട്ടം വരെയാണ്, തൊടുപുഴ വരെ പോകുന്നില്ല. അപ്പോൾ വീണ്ടും പുതിയ യാത്രകളുമായി നമുക്ക് കാണാം.